കലക്കി സൂപ്പർ പടം. അതുപോലെ ദുൽഖർ കിടക്കാച്ചി ദുൽഖറിന്റെ അത് കണ്ടപ്പോ ലാസ്റ്റ് ഞാൻ ഇതിന് മറച്ചു വെക്കെങ്കിൽ വേറെ പടം വരണം. ഇനിയിപ്പോ ഒരു പടം വരണ്ടേ, ലാലേട്ടന്റെ പടം. ദുൽഖർ, അമിതാഭ് ബച്ചൻ, ദുൽഖറൊക്കെ അടിച്ച് പോളിസൺ പാട്ട് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സിനിമയിൽ എല്ലാവരും വരും. ഇന്ത്യൻ സിനിമയിൽ എല്ലാവരും സെക്കൻഡ് കലക്കി മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. ഇന്ത്യയിലെ അവഞ്ചേഴ്സ് അല്ലെ മാഡ് മാക്സ് എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം ആണത്. ഇതിൽ ഇന്ത്യയിൽ തന്നെ പ്രഗത്ഭരായ എല്ലാ നടന്മാരും സംവിധായകരൊക്കെ ഉണ്ട്. അവർക്ക് കിട്ടിയിരിക്കുന്ന റോളെല്ലാം അടിപൊളി ചെയ്തിട്ടുണ്ട്. VFX ആണെങ്കിലും ഗ്രാഫിക്സ് എവറി ഏരിയ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ അസാധ്യ സെക്കൻഡ് പാർട്ട് ആയിരിക്കും എന്നുള്ളതാണ് രീതിയിൽ കൊണ്ടു നിർത്തിയേക്കുന്നത്. അമിതാഭ് ബച്ചനും കമലഹാസനും ഇന്ത്യയിലെ എല്ലാ മെയിൻ ടീമുകളെല്ലാം ഉണ്ട്. ഗ്രാഫിക്സ് വർക്ക് ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് പൊളിച്ചടുക്കി. സെക്കൻഡ് പാർട്ടുണ്ട് പടത്തിന്. ശോഭന, എല്ലാവരും മസ്റ്റ് അത് തിരിച്ചുവരവ് തന്നെയാണ്. ഇന്ത്യയിലെ ഒരു മാഡ് മാക്സ് അല്ല അവഞ്ചേഴ്സ് എന്നൊക്കെ പറയാവുന്ന ടൈപ്പ് ഒരു ഐറ്റം ആണത്. പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു, പെർഫെക്റ്റ് ആയിട്ട്. മഹാഭാരതത്തിന്റെ ഒരു ഏരിയ പോർഷൻ ഒക്കെ പോകുന്നുണ്ട്. അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്ത് എല്ലാം. എല്ലാവരും ദുൽഖർ ഉണ്ട്, എന്താ പറയാ, ശോഭനയുണ്ട്, പിന്നെ മലയാളത്തിൽ നിന്ന് വേറൊരു നടിയുണ്ട്. അപ്പൊ എല്ലാ രീതിയിലും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ പടമാണ്. ഡോണ്ട് മിസ് ഇറ്റ്. 5-ല് നമുക്കൊരു 4.5 പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ഇത്രയും വലിയ നടന്മാരെല്ലാവരും ഒറ്റ സ്ക്രീനിൽ കാണാതെ, എക്സ്പെഷ്യലി കമലഹാസനും അമിതാഭ് ബച്ചനൊക്കെ ഒരു സ്ക്രീനിൽ കാണുന്നത് ചെറിയ കാര്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ശോഭന ഇതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻഡിങ് വരെ പുള്ളിക്കാരെ കണ്ടിരിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. എല്ലാവരും എവരി പോർഷൻ കിട്ടിയേക്കുന്ന റോളിൽ അവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. ഡോണ്ട് മിസ് ഇറ്റ്. പടം എന്ന് പറഞ്ഞാൽ ഇന്റർവെൽ കഴിഞ്ഞ് സീറ്റേ നേറ്റി പോകും. അടിപൊളി തകർപ്പൻ. കമലഹാസന്റെ റോള് കാണുന്നുണ്ടോ? തകർത്ത് വിട്ടത്. കമലഹാസൻ അവസാന സീനിൽ തകർത്ത് വരുന്നുണ്ട്. അമിതാഭ് ബച്ചന്റെ റോൾ ഒന്നും പറയണ്ട, പുള്ളി തകർത്ത് വാരിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമ ഇതുപോലെ ഒരു അത്ഭുതം കണ്ടിട്ടില്ല. അതുപോലെ പടം. ഹോളിവുഡ് സിനിമകളെ വെല്ലും. അടുക്കൂട്ട് മേക്കിംഗ് അടിപൊളി തകർത്തു. ടോട്ടൽ അത് ഇന്ത്യൻ സിനിമ വേറെ ലെവലായി മാറുവാണ്. ഇത് വെച്ചാൽ ഹോളിവുഡ് ലെവലിലേക്ക് മാറി. അത്രയും കലക്കി പടം തകർത്ത് വാരി. രക്ഷയില്ല. ആ തിയേറ്ററിലെ ആരവം ഓരോ ആൾക്കാരെ കാണിക്കുമ്പോഴും ഇതിൽ നമുക്ക് പറയാനുള്ള മലയാളികളും എല്ലാരും ഗംഭീരം. അന്നാപൻ, ദുൽഖർ, അമിതാഭ് ബച്ചൻ, ദുൽഖറൊക്കെ അടിച്ച് പൊളിച്ച് അപ്പൊ പ്രഭാസൊക്കെ തൂത്തുവാരി എന്താ കാണിക്കുന്നത്, അടിച്ച് കസറിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഗംഭീര, ഇത് വെച്ചാൽ ഇന്ത്യൻ സിനിമ കണ്ടതിൽ ചരിത്രമായി മാറാൻ പോകുന്ന സിനിമയാണ്. ഇതിനകത്ത് ഇനി ക്യാമിയോ ഒന്നും പറയുന്നില്ല. എല്ലാരും തിയേറ്ററിൽ പോയി കാണണം. ഒരു ദൃശ്യ വിസ്മയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാരും പോയി കാണണം. പ്രഭാസിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണിത്. 1000 കോടിയല്ല, അതിൽ കൂടുതലായിരിക്കും. അപ്പൊ പ്രഭാസ് ഇത് കണ്ടിട്ട് നമ്മൾ ഇനി വിളിക്കും. അപ്പൊ എന്തായാലും ഗംഭീര പടമാണ്. എല്ലാരും തിയേറ്ററിൽ പോയി കാണണം. ഗംഭീരം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 1000 കോടി ഒന്നല്ല, അതും മേലെ അടിക്കും. ഉറപ്പാണ്. ഗംഭീര പടം, ഒരു രക്ഷയില്ല. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കമലഹാസന് അമിതാഭ് ബച്ചനൊക്കെ കാണുമ്പോണ്ടല്ലോ ഒരു രക്ഷയില്ല. സെക്കൻഡ് പാർട്ടിൽ ഇനി എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സിനിമയിൽ എല്ലാവരും വരും. ഇന്ത്യൻ സിനിമയിൽ എല്ലാവരും സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവും. ഓക്കെ. കുറച്ചും കൂടെ ഒന്ന് ഇങ്ങനെ ആക്കണ്ടേനു ലാസ്റ്റ് മൊമെന്റ്. ഇത് ശരിക്കും കലക്കി സൂപ്പർ പടം, കിടക്കാച്ചി പടം. ഇത് ദുൽഖറിന്റെ അത് കണ്ടപ്പോ ലാസ്റ്റ് ഞാൻ മറ്റേ ബാഹുബലി അമിതാഭ് ബച്ചന് പ്രഭാസിന് ഇഷ്ടമായി. കാരണം ദുൽഖറിന് ഇഷ്ടമില്ലാണ്ടല്ലേ, ദുൽഖർ ഇഷ്ടമാണ്. പക്ഷെ അവിടെ ഇത് ഇവന്റെ പാട്ടും ഇതൊക്കെ ഉണ്ടാവുന്ന വെച്ച് ആ സ്റ്റെപ്പ് ഇടാനൊക്കെ വിചാരിച്ചതാ. പക്ഷെ അതൊന്നും ആയില്ല. ബാഹുബലിയൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇത് എന്തായാലും സംഗതി കിടക്കാച്ചി. ഇത് അത് സംശയം വേണ്ട. അത് കണ്ടില്ലേ, റോമാഞ്ചം ഇങ്ങോട്ട് സല്യൂട്ട് അടിക്കണ കണ്ടില്ലേ. സംഭവം ഇത് കയറും. ഇപ്പൊ തന്നെ ഇത് കയറി ഉണ്ടാവും. അതിന്റെ ഇവർക്കൊക്കെ ഫോം വന്നിട്ടുണ്ട്. ഈ സിൽമർക്കൊക്കെ ഇതിന്റെ ഫോം വന്നിട്ടുണ്ടാവും. സംഗതി എന്താ പറയാ, വേറെ ലെവലായിട്ടുണ്ടാവും. ഇനി ഇതിന് മറച്ചു വെക്കെങ്കിൽ വേറെ പടം വരണം. ഇനിയിപ്പോ ഒരു പടം വരണ്ടേ, ലാലേട്ടന്റെ പടം. അത് നമ്മൾ യൂസഫിന്റെ 2ാം ഭാഗം. അതെങ്ങനെ ആവും? അതിൽ കുറച്ച് ഞാൻ തല വെച്ചിട്ടുണ്ട്. അത് ക്ലിക്കായാൽ അടിപൊളിയായി. വൈബ് ചെയ്ത് അടിപൊളി പറയാനിരിക്കുന്നില്ല. ഈ പടം ഇപ്രാവശ്യം റോക്കറ്റ് പോലെ
റോക്കറ്റ് പോലെ ഇങ്ങോട്ട് കയറും, റോക്കറ്റ് പോലെ ഒരു കയറും. ഇതിപ്പോ കിടക്കാച്ചി നമ്മളെ അമിതാഭ് ബച്ചൻ ഇങ്ങനെ ഹിന്ദിയിൽ തകർന്ന് ഞാൻ കേട്ടിട്ടല്ലോ, പക്ഷെ ഈ തമിഴില് ഈ ഇതിൽ കയറുന്നത് ഞാൻ വിചാരിച്ചില്ല. അതുപോലെ ദുൽഖർ കിടക്കാച്ചി എന്ത് പടം എന്ന് പറയാ. ആകെ ഇങ്ങനെ കോരി തരിക്കായിരുന്നു റോക്കറ്റ് വന്ന പോലെ. പക്ഷെ ലാസ്റ്റ് കൂടി ഒന്ന് മുട്ടിക്കാണ്ടായിരുന്നു. ലാസ്റ്റ് ഇതുണ്ടെങ്കിൽ ഒന്നും കൂടി ഇതാവും. നമുക്ക് കാത്തിക്കാന്ന് നെക്സ്റ്റ് കാത്തി അതും കിടക്കാച്ചാക്കിയാൽ മതി, അല്ലെങ്കിൽ പിന്നെ സങ്കടമാവും. ആ വന്ന ആൾക്കാരുടെ ആവശ്യം ഇങ്ങനെ ഇല്ലാണ്ടാവും.